ഹലോ, ഞാൻ നിങ്ങളുടെ അയന അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. സുഖമാണെന്ന് കരുതുന്നു എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും സൈറ്റിലൊന്നും ഇല്ലാത്തവർ അങ്ങോട്ട് വന്നോളൂ കേട്ടോ. ലിങ്ക് ചോദിച്ചാൽ പറഞ്ഞ് ഞാൻ കമൻറ്റിലിട്ടേക്കാം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നതിലും സന്തോഷം. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ. ഗുണ്ടാരവി മരിച്ചു, അല്ല കൊല്ലപ്പെട്ടു. രാത്രി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു സംഘം ഒളിച്ചിരുന്ന് ചതിയിലൂടെ വെട്ടിയും കുത്തിയും ഗുണ്ടരവിയെ മൃഗീയമായി കൊന്നു. പക്ഷേ തന്നെ തീർക്കാൻ വന്നവരിൽ രണ്ടെണ്ണത്തിനെയും ഒപ്പം കൊണ്ട് രവി പരലോകത്തേക്ക് യാത്രയേറി. അത്രയ്ക്ക് കരുത്തനായിരുന്നു രവി. ചങ്കൂറ്റുള്ളവനും ക്രൂരനുമായിരുന്നു. അവനോട് നേരിട്ട് മുട്ടാൻ കഴിയാതിരുന്നത് കൊണ്ടാണല്ലോ ചതിയിലൂടെ ഒളിച്ചിരുന്ന് അവനെ അങ്ങ് തീർത്തത്. രവി മരിച്ചതോടെ ഒരു നാടിൻ്റെ ശാപം തീർന്നെന്ന് നാട്ടുകാർ സമാധാനിച്ചു. ഗുണ്ടാരവിയും വലം കൈയായ പരമപിള്ളയും കൂടി ഉപദ്രവിക്കാത്തവർ ആ നാട്ടിൽ കുറവായിരുന്നു. രവി മരിക്കുമ്പോൾ അയാൾക്ക് 58 വയസ്സുണ്ടായിരുന്നെങ്കിലും ആൾ നല്ല ആരോഗ്യവാനായിരുന്നു. വെടിയിറച്ചിയും ഉടുമ്പിൻ്റെ ചോരയും സ്ഥിരമായി കുടിച്ച് അയാൾ ആരോഗ്യം നിലനിർത്തി. പരമപിള്ള സ്വതവേ ബലഹീനനായിരുന്നെങ്കിലും രവിയുടെ തണലിൽ അയാൾ നാട്ടുകാരെ വിറപ്പിച്ചു. പരമപിള്ളയുടെ പ്രധാന ഹോബി എന്താണെന്നറിയോ? സ്ത്രീകളെ. അത് തന്നെ. ആൾ കണ്ണു വെച്ച ഏതൊരു പെണ്ണിനെയും നല്ല രീതിക്ക് കൊടുക്കും. രവിക്ക് പിന്നെ മാദകത്തിടമ്പുകളായ നെയ്മുറ്റിയ കച്ചമ്മമാരൊക്കെ ഇല്ലേ, അവരോടായിരുന്നു കമ്പം. പിള്ള എന്താ, പരമപ്പിള്ള പിന്നെ നേരെ തിരിച്ച. ഒരു കോലിലൊന്ന് തുണി ചുറ്റി നിർത്തിയാൽ പോലും ആൾക്കതൊക്കെ മതി. വെട്ടിയും കുത്തിയും കൊള്ളയടിച്ചും ഗുണ്ടരവി ഒരുപാട് സമ്പാദിച്ചു. പക്ഷെ അയാളുടെ ക്രൂരതയും സ്വഭാവദൂഷ്യവും സഹിച്ച് ഭാര്യ സുശീല നീറി മരിച്ചിട്ട് വർഷം 6 കഴിഞ്ഞു. ആൾക്ക് 3 മക്കള്, 2 പെണ്ണും 1 ആണും. മൂത്തത് 2 പെണ്ണും ഇളയതും ആണുമായിരുന്നു. ഇപ്പോൾ 30 തികഞ്ഞ സ്മിതയാണ് മൂത്തത്. രണ്ടാമത്തവൾ 28 വയസ്സുള്ള നീതു. ഇളയവൻ മഹി എന്ന് വിളിക്കുന്ന മഹേഷ്, അവന് 26 വയസ്സ്. ഇവർ മാത്രമല്ല, കണക്കിൽപ്പെടാത്ത ധാരാളം മക്കൾ രവിക്ക് വേറെയുണ്ട്. ഔദ്യോഗിക രേഖകളിൽ ഇവർ 3 പേരാണ് മക്കൾ. സ്മിതയുടെ വിവാഹത്തിനായി രവി കുറേ ഓടിയതാ. പക്ഷേ നാട് വിറപ്പിക്കുന്നൊരു ഗുണ്ടയുടെ മക്കളെ കെട്ടാൻ കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും തയ്യാറാവുമോ? ഇല്ല. കെട്ടാൻ തയ്യാറായി വന്നത് ഗുണ്ടകളും പിടിച്ചു പറിക്കാരും കള്ളന്മാരുമായിരുന്നു. അത് രവിക്ക് സ്വീകാര്യവുമല്ല. അച്ഛൻ്റെ ഗുണ്ടാപ്പണി സ്മിതയ്ക്ക് നീതുവിനും ഇഷ്ടമായിരുന്നു. കാരണം പുറത്തിറങ്ങിയാൽ അവൾക്ക് കിട്ടുന്ന പരിഗണന അത്തരത്തിലുള്ളതായിരുന്നു. രവിയെ പേടിച്ചാണെങ്കിലും മോളിലും തിയേറ്ററിലും റെസ്റ്റോറൻറ്റിലും അവർക്ക് മുന്തിയ പരിഗണന കിട്ടി. രണ്ടാളും സ്ഥിരം സെക്കൻഡ് ഷോയ്ക്ക് പോകുമെങ്കിലും ഒരുത്തനെ അവരെ ശല്യപ്പെടുത്താൻ വന്നിട്ടില്ല. ഗുണ്ടാരവിയുടെ അദൃശ്യമായ സാന്നിധ്യം അവർക്ക് ചുറ്റിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സ്മിതയും നീതുവും രാജകുമാരിമാരെ പോലെ ജീവിച്ചു. അവരുടെ ഏതിഷ്ടവും രവി പറയുന്നതിന് മുമ്പ് സാധിച്ചു കൊടുത്തു. അവർക്ക് വാത്സല്യവും സ്നേഹമുള്ള ഒരച്ഛനായിരുന്നു രവി. കല്യാണാലോചന മുറയ്ക്ക് നടന്നെങ്കിലും ഒന്നും അങ്ങോട്ട് ശരിയാവാത്തതിൽ സ്മിതയ്ക്ക് നല്ല നിരാശയുണ്ടായിരുന്നു. അതിസുന്ദരിയായ ആ പെണ്ണിനെ ഒരു കല്യാണം കഴിഞ്ഞ് പോകാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. സ്വന്തമായിട്ടൊക്കെ പരിപാടി നടത്തി ശരിക്കും പറഞ്ഞാൽ മടുത്തു എന്ന് വേണം പറയാൻ. എങ്ങനെയല്ലോ ഒന്ന് കെട്ടി അതൊക്കെ ആവണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. 30 വയസ്സിൽ പൂത്തലിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥ ആലോചിച്ചൊക്കെ അത് കാണാനും നൈസ്. അവളെ നേരിട്ട് നോക്കാൻ ധൈര്യമില്ലെങ്കിലും ആ നാട്ടുകാരുടെ മുഴുവൻ സ്വപ്നറാണി തന്നെ ആയിരുന്നു അവൾ. എല്ലാം അമിതത്തിൽ കൂടുതൽ വളർച്ചയും. നല്ല രസം പറയണ്ടല്ലോ, ഒന്ന് ഊഹിച്ചാൽ മതി. സ്ഥിരമായിട്ട് സ്വന്തം പരിപാടിയാണല്ലോ, ചെക്കന്മാരാരങ്ങോട്ട് സെറ്റായുമില്ല. അതുകൊണ്ടെന്താ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയത്തി നീതുവും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് അവൾക്ക് ഇളകി നിൽക്കുന്നതാണ്. പക്ഷെ ആളിത്തിരി മെലിഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. മുമ്പും പിന്നുമൊക്കെ നല്ല രീതിക്ക് ഉണ്ട് താനും. ചേച്ചിയുടെ കല്യാണം കഴിയാൻ അവളും കാത്തിരിക്കുകയായിരുന്നു. ഗുണ്ടാരവിയുടെ മക്കളെന്ന അഹങ്കാരത്തിൽ ഒരുത്തനെയും വിലവെക്കാതെ അർമാദിച്ച ജീവിതം ആഘോഷമാക്കിയാണവർ. പക്ഷേ അതൊക്കെ തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ അവർക്കുള്ളൂ. അതിനൊരു ആണ് തന്നെ വേണം അല്ലേ? അവരിടുന്ന ഡ്രസ്സ് കണ്ടാൽ പലപ്പോഴും സ്വന്തം അച്ഛനായ രവിക്ക് വരെ ഓരോന്ന് ഇതാക്കിയിട്ടുണ്ട്. താഴത്തതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്.
അപ്പോൾ പിന്നെ മറ്റാൾക്കാരുടെ കാര്യം പറയണോ? ശരിക്കും പറഞ്ഞാൽ രവിക്കില്ലേ, മൂത്ത മകൾ സ്മിതയില്ലേ, അതൊക്കെ കണ്ടിട്ടൊന്ന് പരിപാടി നടത്തിയാലോ എന്ന് വരെ പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. അച്ഛനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആടാട് തന്നെയല്ലേ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആള് സ്വന്തം മകളാണല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് മിണ്ടാണ്ട് അടങ്ങിയിരിക്കണേ തന്നെ. പക്ഷേ സ്മിതയുടെ കാര്യം മറ്റേതായിരുന്നു. സ്വന്തം അച്ഛനാണെങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്ങനെയും ഒന്ന് സെറ്റായാൽ മതിയായിരുന്നു. കല്യാണം ആയിട്ടില്ല, 30 കഴിയുകയും ചെയ്തു. സ്വന്തമായിട്ട് ചെയ്തു മടുത്തു താനും. പിന്നെ നമ്മുടെ പരമപിള്ളയുടെ കാര്യം പറയണോ, രണ്ടിനെയും കണ്ട് നല്ല രീതിക്ക് ഇതാക്കുന്നുണ്ട്. ഏത് പെണ്ണിനെ ഇതാക്കിയാലും എന്താ പറയുക, സ്മിതനെ ആലോചിച്ചിട്ടായിരുന്നു പരിപാടി. അച്ഛൻ്റെ പ്രായമുള്ള ഈ പിള്ള ചോദിച്ചാലും കൊടുക്കാൻ സ്മിത തയ്യാറായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ചു എന്തുമാത്രമായിരുന്നു എന്ന്. സ്മിതയുടെയും നീതുവിൻ്റെ ഇളയതാ മഹി. പെങ്ങന്മാരെ പോലെയല്ലവൻ. അച്ഛൻ ഗുണ്ടയായതിലുള്ള അപമാനത്തോടെയാണ് അവൻ ജീവിക്കുന്നത്. ഒരു ഗുണ്ടയ്ക്ക് പിറന്നത് ശാപമായി കരുതുന്നവൻ. അച്ഛനുമായും സഹോദരിമാരുമായും അവന് തീരെ അടുപ്പമില്ല. അങ്ങനെ ഒരാൾ ഈ വീട്ടിലുണ്ടെന്ന് അവർ ശ്രദ്ധിക്കാറില്ല. അവൻ എപ്പം പോകുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ എപ്പം തിരിച്ചു വരുന്നെന്നോ അവരാരും അന്വേഷിക്കാറുമില്ല. വീട്ടിലും നാട്ടിലും തീർത്തും ഒറ്റപ്പെട്ട അവൻ്റെ ജീവിതം. അച്ഛൻ്റെ ഗുണ്ടാപ്പണിയും പെങ്ങന്മാരുടെ ഇതുമൊക്കെ മഹിക്ക് മടുപ്പായിരുന്നു. എന്നാൽ അവൻ്റെ പരാതി ആരും മുഖവിലക്കെടുക്കാൻ പോലും തയ്യാറായില്ല. ഡിഗ്രി വരെ അച്ഛൻ്റെ ചെലവിൽ പഠിച്ച മഹി പിന്നെ അച്ഛനെ ആശ്രയിക്കാൻ തയ്യാറായില്ല. അർഹതയില്ലാത്ത പൈസ അനുഭവിക്കാൻ അവൻ്റെ മനസ്സ് വന്നില്ല. ഡിഗ്രിക്ക് ശേഷം ഒരു ജോലി അന്വേഷിച്ച് നടന്നെങ്കിലും ഗുണ്ടാരവിയുടെ മകനായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ അവനെവിടെയും ജോലി കിട്ടിയില്ല. തീരെ നിവൃത്തിയില്ലാതെ ഒരു ദിവസം അച്ഛൻ്റെ മുഖത്തോക്കി മഹി പറഞ്ഞു, ഈ ഗുണ്ടാപ്പണിയൊന്ന് നിർത്താൻ. 2 മണിക്കൂർ കഴിഞ്ഞാൽ മഹിക്ക് സംഭവിച്ചതെന്തെന്ന് മനസ്സിലായത് തന്നെ. ഒരു കിൻഡിലോളം പാലുള്ള അച്ഛൻ്റെ ഒരൊറ്റ അടിക്ക് തൻ്റെ ബോധം പോയതാണെന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോഴാണ് മഹിക്ക് മനസ്സിലായത്. പിന്നെ അവൻ അച്ഛനോടൊന്നും പറയാൻ പോയില്ല. ചേച്ചിമാരാണെങ്കിലും അവരുടെ രാത്രി സഞ്ചാരം ഒന്ന് കുറയ്ക്കാൻ അവൻ പറഞ്ഞെങ്കിലും അവരും പുച്ഛത്തോടെ അവനെ തെറി പറഞ്ഞാൽ പോയത്. സ്മിതയുടെയും നീതുവിൻ്റെയും കറക്കക്കൂടുതലും രാത്രി തന്നെയായിരുന്നു. മാളിലും തിയേറ്ററിലും പാതിരാ വരെ അവരിങ്ങനെ കറങ്ങി നടക്കും. കുറേ അന്വേഷിച്ച് മഹി ഒരു ജോലി ഒപ്പിച്ചെടുത്തു. അവൻ്റെ കൂടെ പഠിച്ച് 3 പേര് ചേർന്ന് തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റിൽ സപ്ലയറായിട്ട്. മഹി ഒരു ഗുണ്ടയുടെ മകനാണെന്നതൊന്നും അവർക്ക് വിഷയമല്ല. മാത്രമല്ല അതിനൊരു ബിസിനസ് സാധ്യതയും അവർ കണ്ടു. രാത്രി 12 മണി വരെയൊക്കെ തുറക്കുന്ന കടയാണ്. രാത്രി കള്ളുകുടിയന്മാരൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ സ്ഥലത്തെ പ്രധാന ഗുണ്ടയുടെ മകനെ മുന്നിൽ നിർത്താമല്ലോ. പണി കിട്ടിയതിൽ പിന്നെ മഹിയുടെ എല്ലാ ചിലവുകളും അവൻ തന്നെ നോക്കിയത്. വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും അവൻ കഴിക്കാറില്ല. രാത്രി ഒത്തിരി വൈകിയ വീട്ടിലേക്ക് വരിക. അവൻ്റെ കയ്യിലൊരു ചാവി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാതിൽ തുറന്ന് അവൻ അകത്ത് കയറും. അവൻ വരുന്നത് ആരും അറിയാറ് പോലുമില്ല. ചിലപ്പോൾ അവൻ വന്നതിന് ശേഷമാകും സ്മിതയും നീതും കറക്കം കഴിഞ്ഞ് വരിക. പരസ്പരം മിണ്ടാതെ ഒന്നിലും ഇടപെടാതെ അവർ ആ വീട്ടിൽ ജീവിച്ചു. അച്ഛൻ്റെ മരണം പെൺമക്കളെ തളർത്തിയെങ്കിലും മഹിക്ക് ആശ്വാസമാണ് ഉണ്ടാക്കിയത്. അവൻ 2 ദിവസം ലീവ് എടുത്തു. 3 ദിവസം പണിക്ക് കയറി. സ്മിതയ്ക്കത് തീരെ ഇഷ്ടമായില്ല. പിറ്റേന്ന് അവൻ വരുന്നവരെ അവൾ അവനെയും കാത്തിരുന്നു. വാതിൽ തുറന്ന് അകത്ത് കയറിയ മഹി കണ്ടത് തന്നെയും കാത്ത് സെറ്റീകരിക്കുന്ന ചേച്ചിമാരെയാ. അവൻ അവരെ ഒന്ന് നോക്കി അവൻ്റെ മുറിയിലേക്ക് നടന്നു. നിന്നോട് ഞങ്ങൾക്ക് ചിലത് ചോദിക്കാനുണ്ട്. സ്മിതയുടെ മുരൾച്ച കേട്ട് മഹി തിരിഞ്ഞു നിന്നു. എന്താ? താല്പര്യമില്ലാതെ അവൻ ചോദിച്ചു. എന്താ നിൻ്റെ പാവം? അച്ഛൻ മരിച്ചിട്ട് 4 ദിവസമല്ലായിട്ടുള്ളൂ, അപ്പോഴേക്ക് നീ അങ്ങ് പണിക്കിറങ്ങിയോ? സ്മിത കലിപ്പോടെ ചോദിച്ചു. എനിക്ക് 2 ദിവസത്തിൽ കൂടുതൽ ലീവ് എടുക്കാൻ പറ്റില്ല. മഹിക്ക് അവരോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്ന് വെച്ചാൽ നിനക്കവിടെ കളക്ടറുടെ പണിയല്ലേ, ഹോട്ടലിൽ മേശത്തോടൊപ്പനല്ലേ പണി? നീ ഇത് പുച്ഛത്തോട് ചോദിച്ചു. ആ, എനിക്കൊരു അന്തസ്സുള്ള പണി തന്നെയാണ്, മഹി അഭിമാനത്തോട് പറഞ്ഞു. പിന്നെ നീ മേശ തുടച്ചിട്ട് വേണമല്ലോ ബാക്കിയുള്ളവർക്ക് കഴിയാൻ. ഞങ്ങൾ കഴിയാൻ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. സ്മിത ഇഷ്ടക്കേടോടെ പറഞ്ഞു. നിങ്ങളെ പോറ്റാനല്ല ഞാൻ പണിക്ക് പോകുന്നത്, എനിക്ക് ജീവിക്കാനാ. കൊന്നും കട്ടുണ്ടാക്കിയതെന്ന് കഴിച്ചാൽ എനിക്ക് ദഹിക്കില്ല. ഇവൻ നന്നായി സംസാരിക്കുന്നെന്ന് സ്മിതയ്ക്ക് നീതൂരം തോന്നി. ഒന്നും മിണ്ടാതെ നടന്നവൻ ധൈര്യത്തോടെ മുഖത്ത് നോക്കി കാര്യം പറയുന്നു.
അപ്പം പിന്നെ ഈ വീട്ടിലെങ്ങനെ നിൽക്കും? ഇതും അച്ഛൻ്റെ സമ്പാദ്യമല്ലേ? സ്മിത അവനെ തളർത്താൻ നോക്കി. അല്ലേ ജി, ഈ വീട് നിൽക്കുന്ന മണ്ണ് അമ്മയുടേതാ. അമ്മ ഇടയ്ക്ക് നിൽക്കുന്ന മണ്ണില്ല. അതുകൊണ്ടാണ് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല. സ്മിത ശരിക്കും ഞെട്ടിയിരുന്നു. അനിയൻ ഇങ്ങനെ സംസാരിക്കുന്നതൊന്നും അവളതുവരെ കേട്ടിട്ടില്ല. അതിന് നിന്നെ ആരിറക്കി വിടുന്നു? എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്, വേഗം പറ. അവൻ്റെ ധാർഷ്ട്യം സ്മിതയ്ക്ക് തീരെ പിടിച്ചില്ല. എങ്കിലും അവൾ അടങ്ങി. അല്ല, എന്താ നിൻ്റെ പ്ലാൻ? സ്മിത വിഷയത്തിലേക്ക് കടന്നു. എന്ത് പ്ലാൻ? കാര്യം മനസ്സിലാവാതെ മഹി ചോദിച്ചു. എന്താണെന്ന് നിനക്കറിയില്ലേ? ഇല്ല. നമ്മുടെ അച്ഛൻ വെറുതെ മരിച്ചതല്ല, അച്ഛനെ കൊന്നതാണെന്ന് നിനക്കറിയോ? ആ, അറിയാം. അവൻ്റെ ആ നിഷേധം കണ്ട് ചെക്കിട്ടെന്തൊക്കെ കൊടുക്കാൻ തോന്നി നീതുവിന്. അത് ചെയ്തത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരോട് നിനക്കൊന്നും ചോദിക്കാനില്ലേ? സ്മിത കാര്യം വ്യക്തമാക്കി. അവരോട് എനിക്ക് ചോദിക്കാനല്ലുള്ളത്, പറയാനാ. ഒരു വലിയ നന്ദി. അത് കേട്ടതോടെ സ്മിതയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൾ ചാടി എണീറ്റ് മഹിയുടെ മുമ്പിൽ വന്ന് നിന്ന് ജ്വലിച്ചു. സ്വന്തം തന്തയെ കൊന്നവരോട് നന്ദി പറയാൻ നടക്കുന്ന നീയൊരു മകൻ തന്നെയാണോ? പോയി കൊല്ലടാ അവന്മാരെ, ഒരുത്തനെയും ബാക്കി വെക്കരുത്. ചെന്ന് കൊന്നിട്ട് വാ. അതാടാ ഒരു മകൻ്റെ കടമ. അതിനെന്ത് സഹായം വേണമല്ലോ നീ ചോദിച്ചോ. സ്മിത ദേഷ്യവും സങ്കടവും സഹിക്ക വയ്യാതെ അലറി. ശോഭം കൊണ്ടവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും പെണ്ണുങ്ങളാ, ഞങ്ങൾക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ നീ അത് ചെയ്യണം. അച്ഛന് വേണ്ടിയിട്ട് നീ ചെയ്തേ പറ്റൂ. ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടരുത്. നീതുവും എണ്ണീറ്റ് അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. രണ്ടാൾക്കും കത്തുന്ന പകയായിരുന്നു. പ്രതികാരം ചെയ്യാതെ അവരുടെ പക അടങ്ങില്ലായിരുന്നു. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് മഹിയൊന്ന് ചിരിച്ചു. ഒരുമാതിരി ആക്കുന്നൊരു ചിരി. അത് കണ്ട് വിറഞ്ഞു കയറി സ്മിത ഇങ്ങനെ എന്താ പറയുക, കഷ്ടിച്ചിങ്ങനെ പിടിച്ചിക്കുക. അപ്പോൾ ചേച്ചിമാർ പറയുന്നത് ഞാൻ പ്രതികാരത്തിന് പോകണമെന്ന്, അച്ഛനെ കൊന്ന ഒരാളെയും ബാക്കി വെക്കാതെ ഞാൻ തീർക്കണമെന്ന് അല്ലേ? രണ്ടാളെയും നോക്കി മഹി ചോദിച്ചു. അതെ, നീ അത് ചെയ്യണം. ഒന്നിനെയും ബാക്കി വെക്കാതെ തീർക്കണം. നമ്മുടെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ നീ അത് ചെയ്യണം മോനെ. സ്മിതയ്ക്ക് അനിയനോട് വല്ലാത്ത സ്നേഹം തോന്നി. എന്നാലേ എനിക്ക് മനസ്സില്ല. കണ്ടവരുടെ കൈകൊണ്ട് ചാവാൻ എനിക്ക് മനസ്സില്ല എന്ന്. ആത്മാവിന് ശാന്തി കിട്ടാൻ പുണ്യാത്മാവല്ലേ അയാൾ? പലരെയും കൊന്നു തള്ളിയതല്ലേ അയാളൊക്കെ. ഇങ്ങനെ ചാവൂ. ആൾ ജയത്തതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ ചേച്ചി പറഞ്ഞല്ലോ മകൻ്റെ കടമ. ആ കടമ ചെയ്യാൻ ഞാനൊന്ന് ശ്രമിച്ചതാ. ഈ പണിയൊക്കെ നിർത്താൻ ഒരു മകൻ്റെ കടമ എന്ന നിലയ്ക്ക് ഞാൻ അച്ഛനോടൊന്ന് പറഞ്ഞു പോയി. ഒരൊറ്റയടിക്ക് 2 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ബോധം വീണത്. അച്ഛനെ തിരുത്താനാണ് ഞാൻ നോക്കിയത്. അതുകൊണ്ട് ഇക്കാര്യവും പറഞ്ഞ് ചേച്ചിമാരെൻ്റെ പിന്നാലെ വരണ്ട. പ്രതികാരം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. മഹി വെട്ടിത്തിരിഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. വലിയ ശബ്ദത്തോടെ അവൻ വാതിൽ വലിച്ചടച്ചു. രാത്രി ബെഡിൽ ഇങ്ങനെ കിടന്ന് സ്മിത കുറേ ആലോചിച്ചു. പ്രതികാരം അവളുടെ ഉള്ളിൽ കത്തിയാളുകയായിരുന്നു. സ്നേഹനിധിയെ തൻ്റെ അച്ഛനെ കൊന്നവരോട് പകരം ചോദിക്കാതെ തൻ്റെ പക അടങ്ങില്ല എന്ന് അവൾക്ക് ബോധ്യമായി. പക്ഷേ അതിന് മുന്നിൽ നിൽക്കേണ്ടവൻ ചങ്കൂറ്റത്തില്ലാത്തവനും. താനൊരാണായിരുന്നെങ്കിൽ അതിലൊരെണ്ണം പോലും ബാക്കി കാണില്ലായിരുന്നു. അച്ഛനെപ്പോലെ തന്നെ നല്ല കരുത്തനാ മഹിയും. എന്നിട്ടും അവൻ പറഞ്ഞതെന്താ? അച്ഛൻ ചത്തതിൽ ഏറ്റവും സന്തോഷം അവനാണെന്ന്. സ്വന്തം അച്ഛനെ കൊന്നവർ മുന്നിലൂടെ നടന്നിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നവൻ അച്ഛൻ്റെ മകൻ തന്നെയാണോ? പക്ഷേ തനിക്ക് നോക്കി നിൽക്കാനാവില്ല. താൻ പ്രതികാരം ചെയ്യും. അതിനേത് വഴിയും സ്വീകരിക്കും. സ്മിത ഉറച്ച തീരുമാനമെടുത്ത് ഉറങ്ങാൻ കിടന്നു. പക്ഷേ അവൾക്ക് ഉറങ്ങാനായില്ല. മറ്റൊരു ചിന്ത അവളുടെ ഉറക്കം നഷ്ടപ്പെടുത്തി. അച്ഛൻ ഓടി നടന്ന് തനിക്കായി വിവാഹാലോചന നടത്തിയിരുന്നു. ഒന്നുപോലും നടന്നില്ലെങ്കിലും അച്ഛൻ അതിനായി നന്നായിട്ട് ശ്രമിച്ചിരുന്നു. ഇനി ആര് തനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തും? അച്ഛൻ ചത്തതിൽ സന്തോഷിക്കുന്ന അനിയനോ? വയസ്സ് 30 തികഞ്ഞു. ഇനിയെന്ന് 10-12 വർഷമായി സ്വപ്നം കാണുകയോ ഇന്ന് നടക്കും നാളെ നടക്കും എന്ന പ്രതീക്ഷയോടെ ഓരോ ദിവസവും തള്ളി നീക്കിയത്. ഇനി എന്താ പ്രതീക്ഷ? സഹിച്ചെനിക്ക് വയ്യാതായി. സ്മിത എന്നിട്ട് അങ്ങനെ പതുക്കെ കൈ താഴോട്ടേക്കായി. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ അവൾ എങ്ങനെ തൻ്റേതൊന്ന് സെറ്റാക്കും എന്ന് ആലോചിക്കുക. ഇങ്ങനെ ഓരോ വഴികൾ ആലോചിക്കുകയായിരുന്നു. ഇനി ഒരു മാർക്കേ ഉള്ളൂ, അതെങ്ങനെയും ആരെങ്കിലും ഒന്ന് സെറ്റാക്കി ശരിയാക്കണം.
ഒരു പുരുഷൻ മനസ്സിൽ തെളിഞ്ഞതും സ്മിത അതിങ്ങനെ ആക്കി. എന്താ പറയുക, അങ്ങനെ സ്വയം പരിപാടി അവിടെ അങ്ങ് തുടർന്നു. ഒരാളെ ആലോചിച്ചിട്ട് തന്നെ അവളത് ചെയ്തതും. അങ്ങനെ നല്ലൊരു പരിപാടി കഴിഞ്ഞ് ഒരു അപശബ്ദമൊക്കെ ആയിട്ട് അവസാനം അതൊക്കെ ഇതായി ആ ഒരു ക്ഷീണത്തിൽ അവൾ അങ്ങനെ കിടന്നു. ഈ സമയം അപ്പുറത്തെ മുറിയിൽ നീതുമില്ലേ, ഇതേ പരിപാടി തന്നെയായിരുന്നു. സ്വന്തമായിട്ടാക്കി ക്ഷീണത്തിൽ അങ്ങ് ഉറങ്ങി. രാവിലെ മഹി ജോലിക്ക് പോകാൻ ഇറങ്ങി. ചേച്ചിമാർ രണ്ടാളും ഹോളിലിരിക്കുന്നത് കണ്ടിട്ടും അവനൊന്നും മിണ്ടാതെ ഇറങ്ങി. എടാ, അപ്പം നീയൊന്നും ചെയ്യില്ലെന്ന് തന്നെ തീരുമാനിച്ചോ? പിന്നിൽ നിന്നും സ്മിത വിളിച്ച് ചോദിച്ചത് കേട്ട് മഹി തിരിഞ്ഞു നടന്നു. ഞാനത് പറഞ്ഞല്ലേ ചേച്ചി, എനിക്ക് കഴിയില്ല, പ്രതികാരത്തിനൊന്നും ഞാനില്ല. മഹി താല്പര്യമില്ലാതെ പറഞ്ഞു. എന്നാ ഞങ്ങൾ ചെയ്താലോ? എന്ത്? അച്ഛനെ കൊന്നവരോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും. അവർ കൺമുമ്പിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാനാവില്ല. ഒരു മകനുണ്ടായിട്ട് എന്ത് കാര്യം? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല. എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം മോനെ എന്ന് നിന്നോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പൊക്കോ. സ്മിത ഒരു കൽപ്പന പോലെ പറഞ്ഞു. പക്ഷെ മഹി പോയില്ല. രണ്ടാളെയും മാറി മാറിയിരുന്ന് നോക്കി. അവരോട് പ്രതികാരം ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളെന്നെ കൊല്ലേണ്ടി വരും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ചത്തന് പ്രതികാരം ചെയ്യാൻ ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങില്ല. മഹിയുടെ ശബ്ദം ഉയർന്നത് കേട്ട് സ്മിതയ്ക്ക് ഒരു ദേഷ്യമായി. ചേച്ചി എന്തിനാ ഇവരോട് ഇതൊക്കെ പറയുന്നത്? എല്ലാം നമ്മൾ തീരുമാനിച്ചല്ലേ. നീതു ഇടയ്ക്ക് കയറി പറഞ്ഞു. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും വേണ്ടില്ല, പക്ഷേ ഇനി കുടുംബത്തിൽ ഒരു ചോരക്കളി ഞാൻ അത് അനുവദിക്കില്ല മക്കളെ. അതിന് നിൻ്റെ അനുവാദമൊന്നും ഇവിടെ ആർക്കും വേണ്ട മോനെ. വേണ്ടി വരും. നിങ്ങൾ എൻ്റെ പെങ്ങന്മാരാ. അച്ഛനില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ അനുവാദം വേണ്ടി വരും. അയ്യടാ, ആരങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. നീ കേട്ടോടി നീതു, ഒരാങ്ങളെ വന്നിരിക്കുന്നു. നമ്മളിനി മുള്ളണേൽ അവൻ്റെ അനുവാദം വാങ്ങണമെന്ന്. ഒന്ന് പോട ചെക്ക. സ്മിത പുച്ഛത്തോടെ പറഞ്ഞു. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഈ പേരും പറഞ്ഞ് രണ്ടും വീടിന് പുറത്തിറങ്ങില്ല. പ്രതികാരം ചെയ്യാനൊന്നും പറഞ്ഞിറങ്ങിയ മഹിയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണും മക്കളെ. അത്രയും പറഞ്ഞ് മഹി വെട്ടിത്തെറിഞ്ഞ് പുറത്തേക്ക് പോയി. ചേച്ചി, എന്താ ചേച്ചി അവനത്ര അഹങ്കാരം? ഒരു പൂച്ചയെപ്പോലെ നടന്നവനാ. അച്ഛൻ പോയപ്പോൾ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ? നീ ഇത് വെറുപ്പോടെ പറഞ്ഞു. നീ അതൊന്നും സാരാക്കണ്ട. നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടത്തണം. ചേച്ചി എന്നാ ഇപ്പം തന്നെ ഒന്ന് വിളിച്ചു നോക്ക്. സ്മിത ഫോണുമായി സെറ്റിയിലേക്ക് ഇരുന്നു. അടുത്തന്നെ നീതുവും. സ്മിത ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്ത് കാത്തിരുന്നു. പരമപിള്ള ഗുണ്ടാരവിയുടെ വലം കൈയായിരുന്നു. രണ്ടാൾക്കും ഒരേ പ്രായമാണെങ്കിലും രവിയെ അയാൾ ആശാൻ എന്നാണ് വിളിച്ചിരുന്നത്. രവിയുടെ അത്ര കരുത്തനല്ലെങ്കിലും ഏത് ക്രൂരതയും ചെയ്യാൻ പിള്ളയ്ക്ക് ഒരു മടിയുമില്ല. രവിയുടെ തണലിൽ അയാളും നാട് വിറപ്പിച്ചങ്ങ് വിലസി. പെണ്ണിൻ്റെ മണം പിടിച്ച ഭ്രാന്താവുന്നൊരു സ്വഭാവക്കാരനായിരുന്നു. അനേക സ്ത്രീകളെ അത് അളക്കിയിട്ടുമുണ്ട്. അതിനവരുടെ സമ്മതമൊന്നും പിള്ളയ്ക്ക് വേണ്ട. ഇരകളെ വേട്ടയാടി പിടിക്കുന്നതായിരുന്നു പിള്ളയ്ക്കിഷ്ടം. മനസ്സിലായില്ലേ? അത് തന്നെ. പക്ഷേ പിള്ള ഇപ്പം പെട്ടിരിക്കുക. ആശ മരിച്ചതിലൂടെ പിള്ളയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു. രവി മരിച്ച് 4 ദിവസത്തിനുള്ളിൽ 5 തവണ പിള്ളയ്ക്ക് നാട്ടുകാരുടെ വക സ്വീകരണം കിട്ടി. ഇനിയൊരു സ്വീകരണം ഏറ്റുവാങ്ങാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ആ ചെറിയ വീട്ടിൽ പിള്ള പുറത്തിറങ്ങാതെ കഴിയുകയാണ്. പിള്ളയ്ക്കാണെങ്കിൽ ഭാര്യയും മക്കളും ഒന്നുമില്ല. ഒറ്റയ്ക്കാണ് താമസം. രവിയുടെ മരണം അയാളെ ശരിക്കും തളർത്തി. താനിനി എന്ത് ചെയ്യുന്നറിയാതെ വ്യാകുലപ്പെട്ട് നടക്കുകയായിരുന്നു പിള്ള. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും അയാൾക്ക് ഭയമായപ്പോൾ നാട്ടുകാരുടെ വക സ്വീകരണം ഇനി ഉണ്ടാകുന്ന പിള്ളയ്ക്ക് നല്ല രീതിക്ക് കയറാം. അയാളുടെ ഉപദ്രവം ഏൽക്കാത്തവർ നാട്ടിൽ കുറവാണ്. രാവിലെ എണ്ണീറ്റ് ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിച്ച് ഇരുളടഞ്ഞ തൻ്റെ ഭാവിയിലേക്ക് നോക്കി അന്ന് വിട്ടിരിക്കുകയായിരുന്നു പിള്ള. മൊബൈൽ എടുക്കുന്നത് കേട്ട് അയാൾ അതിലേക്ക് തുറച്ചു നോക്കി. പരിചയമില്ലാത്ത നമ്പറാ. ശുഭകരമായ വാർത്തയൊന്നും ആയിരിക്കില്ല എന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. തല്ലാനാണോ കൊല്ലാനാണോ എന്നതിലേ സംശയമുള്ളൂ. ബാക്കിയുള്ള തൻ്റെ ജീവിതം ഇങ്ങനെ പേടിച്ച് തീർക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് പിള്ളയ്ക്ക് ശരിക്കും കരച്ചി വന്നു. എന്നാലും പിള്ള ഫോണെടുത്തു. ഹലോ. വിറച്ചിട്ട് പിള്ളയ്ക്ക് വാക്ക് കിട്ടുന്നില്ല. ഹലോ, പിള്ളേച്ചനല്ലേ? മധുരതരവും എന്നാൽ മറ്റതൊക്കെ ഇങ്ങനെ എട്ടക്കലർന്നൊരു പെൺശബ്ദം കേട്ട് പിള്ള അമ്പരന്നു. ആ അതെ, ഇതാരാ? പിള്ളയ്ക്കിപ്പോഴും വിരയിൽ തന്നെ. പിള്ളച്ചേട്ടാ, ഇത് ഞാനാ, സ്മിത.
ദിവസങ്ങളായി പൂജ്യത്തിലും താഴെയെത്തി അവിടെ നിശ്ചലമായി കിടന്ന പിള്ളയുടെ ആ ഒരിത്, ആ സൂചി മുനയല്ലേ ഒറ്റയടിക്കുണ്ടെങ്കിൽ 100ലേക്ക് കുതിച്ചെത്തിയെന്ന് വേണം പറയാൻ. ആൾക്ക് വിശ്വസിക്കാനായില്ല. ആശാൻ്റെ മൂത്ത മോൾ സ്മിത. അവളുടെ അത്ര സൗന്ദര്യം ഈ ഭൂമി വേറെ ആർക്കും ഇല്ലെന്ന ഗവേഷണത്തിൽ കണ്ടെത്തിയതുപോലെ പിള്ള പറയപ്പെടുന്നത്. ആ എന്താ മോളെ ഇപ്പം പിള്ള വരച്ചത്? എന്താ പേടിച്ചിട്ടല്ലായിരുന്നു, മറ്റത് കൊണ്ട് തന്നെയായിരുന്നു. ചേട്ടനിപ്പോൾ വീട്ടിലാണോ? ഇതെന്ത് ശബ്ദമാണെന്ന് പിള്ള അമ്പരന്നു. സ്മിതയുടെ ആ പതിഞ്ഞ ശബ്ദത്തിൽ പോലും പിള്ള എന്തോ ഒരു ഇതാക്കി. ഒന്ന് മൂളാനേ പിള്ളയ്ക്ക് കഴിഞ്ഞുള്ളൂ. എന്നാ പിള്ള ചേട്ടൻ വീട് വരെ ഒന്ന് വാ, ഒരു കാര്യമുണ്ട്. ഞാൻ വരാം മോളെ. അത്രയും പറയാനേ പിള്ളയ്ക്ക് സാധിച്ചുള്ളൂ. ആൾ ഫോൺ വെച്ചു. പിന്നെയാണ് അയാൾ കാര്യത്തിൻ്റെ ഗൗരവം ആലോചിച്ചത്. എങ്ങനെ പോകും? പുറത്തിറങ്ങാൻ പേടിച്ചിട്ടല്ലേ താൻ അകത്തിരുന്നത്. പക്ഷേ വിളിച്ചത് സ്മിതയാണ്. നോട്ടത്തിലും നടത്തത്തിലും അതൊക്കെയുള്ള സ്മിത. ആൾ വിളിച്ചാൽ എങ്ങനെ പോവാതിരിക്കും? അവളടുത്തു നിന്ന് കാണുന്നത് തന്നെ ഒരു ജന്മപുണ്യമായിട്ടാണ് പിള്ള കരുതുന്നത്. എന്താ പറയുക, എല്ലാം കൊണ്ട് സ്മിത നൈസ്. അപ്പം മനസ്സിലാക്കിക്കോ എന്തുമാത്രം ഉണ്ടെന്ന്. അവളെ കാണാൻ മാത്രമായിട്ട് തന്നെ ആശാൻ്റെ വീട്ടിലേക്ക് ഇതിന് പിള്ളയ്ക്ക് കണക്കില്ലായിരുന്നു. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു വേഷവിധാനമായിരുന്നു സ്മിത. അതും കൂടെ ആയപ്പോൾ സെറ്റാണ്. ലവള ഇപ്പം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. പോകാതിരിക്കാനാവോ? പറ്റില്ല അല്ലേ? കാര്യം പോലും പിള്ളയ്ക്ക് അറിയണ്ട. നാട്ടുകാരടിച്ച് കൊന്നാലും വേണ്ടില്ല. ആ ഒരു വെണ്ണേനെ കണ്ടിട്ട് മരിച്ചാൽ മതിയെന്നായി. അവൾ മാത്രമോ? വേറെ ഒരുത്തി അവിടെ ഇല്ലേ, നീതു. അവളെയും ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. നമുക്കിവിടെ വർണ്ണന പറ്റില്ലല്ലോ. രണ്ടിനെയും ഒരുമിച്ച് കണ്ടാൽ തന്നെ ജന്മം സഫലമായെന്ന് വിശ്വസിക്കുന്നവനാണ് പരമപിള്ള. പക്ഷേ പൊടുന്നനെ പിള്ളയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കസാലയിരുന്ന് കൊണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. അയാൾക്ക് സങ്കടം അടക്കാനായില്ല. തൻ്റെ വിധിയെ ഓർത്ത് അയാൾ ഉറക്കെ കരഞ്ഞു. സ്മിതയിതാക്കാൻ ആശ മാത്രമായിരുന്നു തടസ്സം. കെട്ടാൻ മുട്ടി നിൽക്കായിരുന്നു സ്മിത. നല്ല രീതിക്ക് കണ്ടത് പിള്ളയ്ക്ക് മുമ്പേ മനസ്സിലായതാണ്. അവളുടെ ഓരോ ഇത് കണ്ടാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എത്ര കാലമായി, കുറേ ഓണം കൂടുതലുണ്ടതല്ലേ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആശാനെ പേടിച്ചിട്ട് മാത്രം അടങ്ങിയിരുന്നത്. പിന്നെ ആശാൻ ജീവിച്ചിരിപ്പില്ലല്ലോ. തനിക്ക് എന്തും ചെയ്യാം. ആശാൻ്റെ ചെക്കൻ തനിക്കൊരു എതിരാളിയേ അല്ല. പക്ഷേ സങ്കടം സഹിക്കുക വയ്യാതെ പരമപിള്ള വാവിട്ട് കരഞ്ഞു. പരമപിള്ള ഒത്തിരി ആയിട്ടുണ്ടല്ലോ, സമ്മതത്തോടെയും സമ്മതമില്ലാതെയും എല്ലാം. അതൊക്കെ പിള്ളയ്ക്കൊരു ഹരവുമായിരുന്നു. എന്നാൽ അതിൻ്റെ പേരിൽ പിള്ള കോടതി കയറേണ്ടൊന്നും വന്നിട്ടില്ല. ആളെന്ത് ചെറ്റത്തരം ചെയ്യാലും രക്ഷിച്ചെടുക്കാൻ ആശാനുണ്ടാവും. ഒരു കേസ് പോലും രവിക്കെതിരെയോ പിള്ളയ്ക്കെതിരെയോ എടുക്കാൻ പോലീസ് പോലും ധൈര്യം ഉണ്ടായില്ല. പക്ഷെ ഒരിക്കൽ പിള്ളപ്പെട്ടു. കുളിക്കടവിൽ കുളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു പെണ്ണിനെ മനസ്സിലായില്ലേ? അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പോയി അങ്ങ് കേസ് കൊടുത്തു. പിള്ള ഒരു കൂസലില്ലാതെ സ്റ്റേഷനിൽ ഹാജരായത്. തന്നെ പുറത്തിറക്കാൻ ആശാൻ പറന്നെത്തുമെന്ന് പിള്ളയ്ക്കറിയാമല്ലോ. ആശാൻ എത്തുകയും ചെയ്തു. പക്ഷെ അതിനു മുമ്പേ പിള്ളയുടെ ബോധം പോയി. സ്റ്റേഷനിൽ പുതുതായിട്ട് ചാർജ് എടുത്ത SIക്ക് കിണ്ട രവിയെയും പരമപിള്ളയും അറിയില്ലായിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള ഏതൊരു ആക്രമവും വെച്ച് പൊറപ്പിക്കാത്തവനായിരുന്നു SI. എന്നാലും പിള്ളയാൾ ഉപദ്രവിച്ചൊന്നുമില്ല. പക്ഷെ പിള്ള ഒരു സാഹസം കാട്ടി. ഖാക്കി പാനിനുള്ളിൽ എന്താ പറയുക, ഒരു വനിതാ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. ആളുടെ സൗന്ദര്യം കണ്ടിട്ട് മുമ്പും പിൻപും നോക്കാതെ ആ പോലീസുകാരിക്കിട്ടൊന്ന് ചെറുതായിട്ടൊരു ഇത് കൊടുത്തു, ഒരു കുസൃതി. അപ്പോൾ ആളെ കണ്ടിട്ട് അതിങ്ങനെ സെറ്റായിട്ട് അവിടെ നിൽക്കാറുണ്ടല്ലോ താഴെ. അത് നോക്കിയിട്ട് SI ഒരൊറ്റ ചവിട്ടം കൊടുത്തത്. ഒറ്റ ചവിട്ടിന് തന്നെ പിള്ളയുടെ ബോധം പോയി. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തോടെ 4 ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് പിള്ള നടക്കുന്നു സത്യം അറിഞ്ഞത്. അനേകം കുറേ എന്താ പറയുക, പെണ്ണുങ്ങളെ കുറേ ഇതാക്കിയതല്ലേ. അപ്പോഴേ ശരിക്കൊരു സ്വപ്നം, എന്താ സത്യം. ഇനി മുള്ളാൻ മാത്രമേ പറ്റുള്ളൂ അത്രേ, വേറെ ഒന്നിനകത്ത് ഉപയോഗമില്ലാത്ര.
എസയുടെ ഒറ്റ ചവിട്ടിന് അത് മൊത്തം തകർന്നു. ഇനി അതിന് ഒന്നും ഉണ്ടാവില്ല. രക്തയോട്ടം തലച്ചു. മനസ്സിലായോ? ഈ പുഴുങ്ങിയ പഴം പിന്നെ വലിയ കാര്യമൊന്നുമില്ലല്ലോ, അത്രേ ഉള്ളൂ സംഭവം. അതാലോചിച്ചിട്ടാണ് ഇപ്പോൾ പൊട്ടിക്കരയുന്നത്. പിള്ളയെ ആശ്വസിപ്പിക്കാൻ ഇപ്പോൾ ആശാനും ഇല്ല. എന്നാലും ഏറ്റവും മുന്നേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശിശുവിൻ്റെ എന്താ പറയുക, ആശാൻ അതിനും സപ്പോർട്ട് ചെയ്തെന്ന് വേണം പറയാൻ. കുറേ ചികിത്സയൊക്കെ നോക്കി, പക്ഷേ അതൊന്നും അങ്ങോട്ട് അനങ്ങണില്ല. അതേന്നും പറഞ്ഞ് ജീവിതം ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്ന പിള്ളയ്ക്ക് ഇത് ജീവിതം മരണം തുല്യമായിരുന്നു. മരണത്തെപ്പറ്റി അയാൾ പലവട്ടം ചിന്തിച്ചു. ദിവസങ്ങളോളം നിരാശനായി കഴിഞ്ഞ ശിഷ്യനെ ഒരുവിധം ആശാൻ പഴയ നിലയിലാക്കിയെടുത്തു. അത് നഷ്ടപ്പെട്ടതോടെ പിള്ള 10 മടങ്ങ് ക്രൂരനായി മാറിയെന്ന് വേണം പറയാൻ. ആശാൻ തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന തരത്തിലേക്കുള്ള പിള്ള മാറി. തൻ്റെ അത് മൊത്തത്തിൽ പോയതിൻ്റെ സകല ദേഷ്യം അയാൾ ആ ഇരയോട് തീർത്തു. മനുഷ്യനെ കടിച്ചു കടയുന്ന ഒരു വന്യമൃഗമായിട്ട് മാറി പരമപിള്ള. ആശാൻ്റെ മരണത്തോടെ പിഴിഞ്ഞിട്ട് തോർത്തുപോലെയായി പിള്ള. കസാരയിൽ ഇങ്ങനെ കൂടിയിരുന്നു. ഉള്ളിൽ തേങ്ങിക്കരഞ്ഞുകൊണ്ട് പിള്ള ആശാൻ്റെ മുറ്റത്ത് ഓട്ടം ഇറങ്ങിയത്. സ്മിത വിളിച്ചിട്ട് വന്നതായത് കൊണ്ട് ഒരു കാട്ടുപോത്തിൻ്റെ ക്രൗരത്തോടെയാണ് ശരിക്കും വന്നിറങ്ങിയത്. പക്ഷേ അരക്കെട്ടിൽ എന്താ, അത് വലിയ പ്രയോജനം ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ എന്ത് പ്രയോജനം എന്നിങ്ങനെ ആലോചിക്കുക. പരിചയക്കാരനായ ഒരു ഓട്ടോക്കാരനെ വിളിച്ച് അവൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വിടാൻ പിള്ള സമ്മതിപ്പിച്ചത്. ഓട്ടോയുടെ ഇരുഭാഗത്തെയും പഴുത വലച്ചിട്ട് മൂടിപ്പൊറിഞ്ഞ പിള്ള ഓട്ടോയിലിരുന്നത്. ആശാനില്ലാതെ വീട്ടിലേക്ക് ദുഃഖത്തോടെയാണ് പിള്ള കയറി ചെന്നത്. സ്മിതയും നീതവും അയാളെ സ്വീകരിച്ച് അകത്തേക്കിരുത്തി. ഇന്നലെ രാത്രിയിട്ട നീർത്തൊരു ഇതായിരുന്നു സ്മിതയുടെ വേഷം. ഒക്കെ കാണുകയും ചെയ്യാം. ആ ഒരു ശാസ്ത്രം മൊത്തം പുറത്തേക്കും കാണും. പിന്നെ നീതുവിനെ കുറിച്ച് പറയണ്ടല്ലോ, ഭയങ്കര മോഡാണ്. പിള്ളയുടെ ഉള്ളം ഒന്ന് ആർത്തലറി. അതിന് പിന്നെ ബലമില്ലാതായത് കാരണം എല്ലാം ഒന്ന് അടക്കി പിടിച്ച് നിന്നല്ലേ പറ്റൂ. അയാളിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, എന്താ മോളെ വരാൻ പറഞ്ഞേ? പിള്ളയുടെ ശബ്ദം പോലും ഒന്ന് വിറച്ചു പോയെന്ന് വേണം പറയാൻ. അമ്മാതിരിയുണ്ട് രണ്ടിൻ്റെയും നിപ്പ്. കാര്യമുണ്ട് പിള്ള ചേട്ടൻ മാത്രമേ ഞങ്ങളെ സഹായിക്കാനുള്ളൂ. സ്മിതയുടെ രൂപത്തിലും ഭാവത്തിലും മാത്രമല്ല, ശബ്ദത്തിൽ പോലും പിള്ളയ്ക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. അല്ല, എന്താ മോളെ കാര്യം? എന്താണേലും പറ. കാര്യം എന്തായാലും ഒന്നും ചെയ്യാൻ തനിക്കാവില്ലെന്ന് പിള്ളയ്ക്കറിയാം. പുറത്തിറങ്ങാൻ പേടിച്ച് വീട്ടിലടച്ചിരിക്കുന്ന തനിക്ക് എന്ത് ചെയ്യാനാവുന്ന? എന്നാലും ഈ പച്ചക്കരിമ്പുകളെ ഒന്ന് കാണാനൊന്നും ഓർത്താണ് വന്നത്. കണ്ടിട്ടെന്ത്, ഇവരെ ഓർത്തൊന്നും ഇതാക്കാൻ പോലും തനിക്കിനി ആവില്ലല്ലോ എന്ന് ഒരു വേദനയോടെ പിള്ളയെ ഓർത്തു. നീതു, നീ ചെന്ന് ചേട്ടന് കുടിക്കാൻ ചായ എടുക്ക്. സ്മിത പറഞ്ഞത് കേട്ട് നീതു അടുക്കളയിലേക്ക് നടന്നു. ആ നടത്തം കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അയാളുടെ ഭാവം സ്മിത ശ്രദ്ധിക്കുകയും ചെയ്തു. സ്മിത കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. പിള്ളൊരു പേടിയോടെ അവൾ പറയുന്നത് കേട്ടതും ആശാനെ കൊന്നവരോട് താൻ പ്രതികാരം ചെയ്യണമെന്ന് അവൾ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പിള്ളയ്ക്ക് മനസ്സിലായി. എൻ്റെ മോളെ പുറത്തിറങ്ങാൻ പേടിച്ചിട്ടാണ് ഞാൻ കഴിയുന്നത് തന്നെ. നാട്ടുകാരെന്നെ നന്നായിട്ട് കൈകാര്യം ചെയ്തു. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയുമില്ല. സ്മിത നിരാശയോടെ പിള്ളയെ നോക്കി. മോള് വിഷമിക്കണ്ട, ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. എല്ലാം നാറി തണുക്കട്ടെ. എൻ്റെ ആശാനില്ലാതൊക്കെ ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല, ഉറപ്പ്. പിള്ളയിൽ പ്രതികാരദാഹം ആളിക്കത്തുന്നത് കണ്ട് സ്മിതയ്ക്ക് സന്തോഷമായി. മതി പിള്ള ചേട്ടാ, അത് മതി. ഏതായാലും ഞങ്ങളോടൊപ്പം നിൽക്കാൻ ചേട്ടനെങ്കിലും ഉണ്ടായല്ലോ. സ്മിത നന്ദിയോടെ പറഞ്ഞു. വന്നപ്പോൾ തൊട്ട് അവൾക്ക് സംശയം തോന്നിയത് അതൊന്ന് ഉറപ്പ് വരുത്താനായി അവൾ കൈയൊന്നും ഉയർത്തി മുടിയൊന്നും ഒരു ശരിയാക്കി. അതും കൂടെ കണ്ടപ്പോൾ എന്താ പറയുക, നമ്മുടെ പിള്ളച്ചേട്ടനൊന്ന് ഇളകി. ആളുടെ അത് ഭാവമാറ്റം വീണ്ടും കണ്ടപ്പോൾ സ്മിത ഉറപ്പിച്ചു, ഇയാളെ എന്തോ അനുസരിപ്പിക്കാൻ തൻ്റെ ഓരോന്ന് മതിയെന്ന്. തൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്യാൻ ഇയാൾക്ക് വേണ്ടത് തന്നെയാണെങ്കിൽ സന്തോഷത്തോടെ തനത് കൊടുക്കുമെന്ന് ആൾ മനസ്സിലുറപ്പിച്ചു. ഞാൻ ഉണ്ടാകും മോളെ,
മോള് പറയുന്നത് എന്തിനും ഞാനൊപ്പം ഉണ്ടാക്കും. പക്ഷേ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കാം. എന്തേ? എന്നിട്ട് ആളിങ്ങനെ അവളുടെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുമ്പോൾ സ്മിത ചോദിച്ചു, നമുക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോ ഏട്ടാ? വല്ല കൊട്ടേഷനും? സ്മിത ഇങ്ങനെ ഓരോന്ന് താക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ കയ്യിൽ നിന്ന് പോണുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഒക്കെ പോയില്ലേ. വേണ്ട മോളെ, അത് ചെയ്യാൻ പിള്ളച്ചേട്ടൻ തനിച്ച് മതി. വിറയിലോടെ പിള്ള പറഞ്ഞു. എന്നാ നമുക്ക് കുറച്ച് ദിവസം കാത്തിരിക്കാം, അല്ലേ പിള്ളച്ചേട്ടാ? തൻ്റെ അവിടേക്കൊക്കെ തന്നെ ആൾ നോക്കുന്നതിന് സ്മിതയ്ക്ക് മനസ്സിലായി. എന്നാലും നോക്കട്ടെ എന്ന് സ്മിതയും വിട്ടു. നീതു കൊണ്ടുവന്ന ചായ പിള്ള ഒരു ആവേശത്തോടെ തന്നെ കുടിച്ചു. നീതു, പിള്ളച്ചേട്ടനുണ്ടാവും, നമുക്ക് എല്ലാം ചേട്ടൻ ചെയ്യാന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് മതിയെന്ന ചേട്ടൻ്റെ അഭിപ്രായം. അത് മതിയോ ഏട്ടാ? സ്മിതയുടെ അടുത്തേക്കിരുന്ന് ഇങ്ങനെ നീതു ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിള്ളയുടെ അവസ്ഥ തീർത്തും വഷളായി എന്ന് വേണം പറയാൻ. ഉള്ളിലാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കത്തുകയാണ്. പക്ഷേ അവൻ റെഡിയല്ലല്ലോ. ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു പിള്ളയുടേത്. ആലോചിച്ചൊക്കെ, മുമ്പിൽ ചോറ് വിളമ്പി വെച്ചിട്ട്, നല്ല ഒന്നാം തരം സദ്യ വിളമ്പി വെച്ചിട്ട് കഴിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അമ്മാതിരിയായിരുന്നു പിള്ളയുടേത്. അത് മതി മോളെ, എല്ലാം പിള്ളച്ചേട്ടനേറ്റു. കുറച്ചൊന്ന് കഴിയട്ടെ. ഇപ്പോൾ ആശാനില്ലാഞ്ഞിട്ട് എനിക്ക് ഒന്നിനൊരു മൂടില്ല. കുറച്ച് ദിവസം കഴിയട്ടെ. ആ ശരി ഏട്ടാ. എന്നാൽ ചേട്ടൻ വേറൊരു കാര്യം ചെയ്യണം. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇവിടെ കഴിയാൻ പേടിയാ. ചേട്ടൻ ഇവിടെ നിന്നൂടെ, ഞങ്ങൾക്കൊരു കാവലായിട്ട്? പൊട്ടിക്കരയാൻ തോന്നി പിള്ളയ്ക്ക്. ഇവരുടെ കൂടെ ഈ വീട്ടിൽ നിൽക്കാൻ തൻ്റെ ഒന്ന് റെഡിയാവാത്ത സമയം, ഇതൊന്ന് സെറ്റായിട്ടുന്ന സമയമായിരുന്നെങ്കിൽ രണ്ടിനും ഒന്നിനും സമയം കിടക്കില്ലായിരുന്നു. താനിങ്ങ് പൂണ്ട് വിളയാടിയേനെ. പക്ഷേ ഇപ്പോൾ എന്താ ചെയ്യുക? പക്ഷെ നിൽക്കാൻ ആൾ സമ്മതിച്ചു. പക്ഷെ മഹി ഒന്നുമില്ലെങ്കിലും ഈ നെയ്യലുവകളെ കാണുകയെങ്കിലും ചെയ്യാമെന്ന് ഓർത്താ പിള്ളേ അത് പറഞ്ഞ്. പക്ഷെ മഹി അവന് തന്നെ കണ്ടുകൂടാ. അവൻ്റെ കാര്യം വിടേട്ടാ, അത് ഞങ്ങൾ നോക്കിക്കോളാം. ചേട്ടൻ ഇന്ന് തന്നെ ഇവിടെ നിൽക്കാനൊരുങ്ങി വാ. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വന്നാൽ പോരെ മോളെ? അത് മതി. പിള്ളയ്ക്ക് പോകാൻ മനസ്സിലായിരുന്നു. 2 അപ്സരസുകൾക്കൊപ്പം ഇരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ആൾ കരുതിയത്. നേരത്തെ വിളിച്ച ഓട്ടോക്കാരനോട് തന്നെ വരാൻ പറഞ്ഞ് പിള്ള രഹസ്യ വീട്ടിലേക്ക് പോയി. അയാളെ കൊണ്ടതിന് പറ്റുമോ ചേച്ചി? നീതുന് സംശയം. പറ്റും നീതു. ഞാൻ കേട്ടിടത്തോളം അച്ഛനേക്കാൾ ഭീകരനായ ഇയാൾ എന്തും ചെയ്യും. എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചെയ്യിക്കാടി, നമ്മൾ പറഞ്ഞ അയാൾ എന്തും ചെയ്യും. നീ കണ്ടോ? എന്തിനെന്നറിയാതെ അവിടേക്ക് ഇങ്ങനെ എന്തോ ഒരു തണുപ്പ് സ്മിത അറിഞ്ഞു. ഇനി അയാളിവിടെ താമസിപ്പിച്ച മഹി എന്ത് പറയും? അവൻ ഇയാളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. നമുക്കിപ്പോൾ എന്തായാലും ഒരാണിൻ്റെ കാവൽ വേണം. ഇതാവുമ്പോൾ നമുക്കറിയാവുന്ന ആളാണല്ലോ. ശരിയാ, ഒരാങ്ങളെയുള്ളത് തലതിരിഞ്ഞവനായിപ്പോയില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനെ കൊന്നവരോട് അച്ഛൻ്റെ ശിഷ്യനായ പരമപ്പിള്ളിയെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കാനും കുറച്ച് ദിവസം തങ്ങൾക്ക് കാവലിന് അയാളെവിടെ പാർപ്പിക്കാനും അവരാലോചിച്ച് തീരുമാനമെടുത്തു. എന്നാൽ നീതുവിനെ കൂട്ടാതെ സ്മിത ഒറ്റയ്ക്കും ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. രാത്രി മുറിയിൽ കിടക്കുകയായിരുന്ന സ്മിതയുടെ മനസ്സ് ശാന്തമായിരുന്നു. ആളിക്കത്തുന്ന പകയ്ക്ക് അല്പം ശമനം വന്നിരിക്കുന്നു. പിള്ളച്ചേട്ടൻ പ്രതികാരം ചെയ്യാമെന്നേറ്റതോടെ അവൾക്ക് സമാധാനമായി. അയാൾ പറഞ്ഞ പോലെ ചാടിക്കേറിയൊന്നും ചെയ്യാനാവില്ല. നന്നായി ചിന്തിച്ച് സമയമെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഏതായാലും കുറച്ച് ദിവസം പിള്ളേച്ചേട്ടൻ ഇവിടെ നിൽക്കട്ടെ. സാവധാനം ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാം. ആ പ്രശ്നം ഏകദേശം തീരുമാനമായതുകൊണ്ട് സ്മിത ഉറങ്ങാനായി കിടന്നു. പക്ഷേ അവളുടെ ശരിക്കും പ്രശ്നം അപ്പോഴേക്കും തുടങ്ങി. എന്താണെന്നല്ലേ? അതൊക്കെ തന്നെ. എന്താ പറയുക, അത് വല്ലാണ്ട് അവൻ അലട്ടുന്നുണ്ട്. എത്ര കാലം എന്ന് വെച്ചിട്ടാ അല്ലേ? അതിനൊരു പരിഹാരത്തിന് വേണ്ടു. ഈ പ്രശ്നം താൻ ആരോട് പറയും? എന്താണ് ഇതിനൊരു പരിഹാരം? ആരാ തന്നെ സഹായിക്കാനുള്ളത്? അതൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇതായി. സ്മിത ഒക്കെ എടുത്തങ്ങ് മാറ്റി, ഇട്ടിരിക്കണത് മൊത്തം മാറ്റി. എന്താ പറയുക, അത് ഓരോന്ന് കണ്ടിട്ട് അവൾക്ക് ദേഷ്യമാണ് വന്നത്. അതിങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ഈ ഉണ്ടാക്കുന്ന ഉപദ്രവം സ്വന്തമായിട്ട് പറയാട്ടോ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായി
സദാസമയം ഇങ്ങനെ നനഞ്ഞിതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? സ്മിത ദേഷ്യവും മതവും ഒന്നും സഹിക്കാനാവാതെ സ്വന്തമായിട്ട് നല്ല രീതിക്ക് തന്നെ ഇതാക്കി ശരിക്കും അങ്ങോട്ട് പോയി എന്ന് വേണം പറയാൻ. 30 വയസ്സായിട്ടും സ്വന്തമായിട്ടാക്കുക ആ ഒരു ദുർവിധി എന്ന് ആലോചിച്ചു പോയി. അവൾക്കതൊക്കെ ആലോചിച്ച് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ഇതാക്കുന്ന സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നുണ്ടെങ്കിൽ എന്നവൾ പ്രാർത്ഥിച്ചു പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമേലുണ്ടായിരുന്നു ഒരു പിടിമുറുക്കം. 30 വയസ്സേ, കല്യാണമായിട്ടില്ല, ഒരു സ്നേഹിക്കാനൊരു പുരുഷനുണ്ടായിട്ടില്ല ലൈഫിൽ. അപ്പോൾ അവസ്ഥയാണല്ലേ. പെട്ടെന്ന് അവിടെ നിന്ന് ഇതാക്കി ആൾ പെട്ടിലേക്ക് ഇങ്ങനെ ഇതായി. അങ്ങനെ നല്ലൊരു സ്വയം പരിപാടി അങ്ങ് കഴിഞ്ഞു. എന്നിട്ട് അവൾ ഇങ്ങനെ കിടന്ന് ആലോചിച്ചു. എന്തോ കിട്ടാനുള്ള യോഗം തെളിഞ്ഞു വരുന്നതായി അവൾ അറിഞ്ഞു. പരമപിള്ള അച്ഛൻ്റെ സന്തത സഹചാരിയായിരുന്നു അയാൾ. അച്ഛനോടൊപ്പം എന്ത് ചെറ്റത്തരത്തിനും പിള്ള കൂടെ ഉണ്ടാവും. പിള്ളയുടെ വീരകഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺവിഷയത്തിൽ പിള്ള പുലിയാണെന്നും കേട്ടിട്ടുണ്ട്. ആൾക്കിഷ്ടം അതാണ്. കരുത്തനായ ഒരാൾ തന്നെ ഇതാക്കുന്നത് മനസ്സിലോർത്തിട്ട സ്മിത ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. പെണ്ണിൻ്റെ മണം അടിച്ച ഭ്രാന്താവുന്ന ഈ പിള്ളയെ തനിക്കും അനിയത്തിക്കും കാവലിൽ നിർത്തുന്നത്. അത് പൊളിക്കും. പൂച്ചയെ മീനിന് കാവലേൽപ്പിച്ച പോലെ ഉണ്ടാവും അല്ലേ? പക്ഷേ ഈ പിള്ളേരാണാണ്. അത്യാവശ്യം ആരോഗ്യമുണ്ട്. അച്ഛൻ്റെ പ്രായം ഉണ്ടെങ്കിലും തൽക്കാലം ഒപ്പിക്കാം. സാഹചര്യമാണ് അനുകൂലം. പിള്ള ഈ വീട്ടിൽ താമസാക്കിയാൽ പിന്നെ എന്ത് നടന്നൂടാ? എന്തും നടക്കും. പുതിയൊരു ഉന്മേഷത്തിൽ സ്മിത വീണ്ടും പരിപാടി തുടർന്നു. അതെ, പിള്ളയ്ക്ക് കൊടുക്കാം, വേറെ നിവർത്തിയില്ല. വയസ്സിനാണെന്നും നോക്കണ്ട. ചിലപ്പോൾ ചെറുപ്പക്കാരേക്കാൾ നല്ല രീതിക്കാക്കാൻ പിള്ളയ്ക്ക് കഴിഞ്ഞേക്കും. ഇനി നോക്കി നോട്ടെന്താ കണ്ടതാ? ഒന്ന് കോരി കുടിക്കായിരുന്നില്ലേ തന്നെ നീതുനെയും? ആക്രാന്തൊന്നുമില്ലാണ്ട് പതിയാവാം. പിള്ള ഇവിടെ താമസിക്കുന്ന അന്ന് തന്നെ അയാളെ കൊണ്ടൊന്ന് ചവിട്ടിക്കാൻ തീരുമാനിച്ച് സ്മിതയെന്ന് ഓരോന്ന് ആലോചിച്ച് അവൾ അങ്ങ് ചെയ്യുക. അത്ര തന്നെ. സങ്കല്പിച്ച് കൂട്ടി എൻ്റെ അമ്പോ അവളൊരു പരുവത്തിലായി. നമ്മുടെ നീതുവും ചില്ലറക്കാരിയൊന്നും അല്ലല്ലോ. അപ്പുറത്തെ റൂമിൽ നല്ല രീതിക്ക് പണി നടത്തുന്നുണ്ട്. ഇനി എന്താ പറയുക, ആള് സംഭവമില്ലേ, ഫോണിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് ആരോട് എന്തൊക്കെയോ കാട്ടി മൂളിയൊക്കെയാണ് പറയുന്നത്. അതിൽ കൂടി ഇങ്ങനെ പറയുന്നുണ്ട് താനും. ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീട്ടിൽ കാവലിന് ചേച്ചി ആളെ വെക്കുന്നുണ്ട്. നീ ഇത് പതിയെ മന്ത്രിക്കുന്നുണ്ട്. ഞാൻ എത്ര ദിവസമായി നിന്നോട് പറയുന്നു രാത്രി വീട്ടിലേക്കൊന്ന് വരാൻ. അപ്പം നിനക്ക് വയ്യ. ഇനി ഒരു ദിവസം കൂടിയുള്ളൂ. നാളെ പറ്റുമെങ്കിൽ നീ വാ. നീതു വീഡിയോ കോളിലായിരുന്നു കേട്ടോ. സംഭവം മെഴുകുതിരിയായിരുന്നു കയ്യിൽ. ഓരോരവസ്ഥയെ അല്ലേ, പാവം. എന്നിട്ട് ആൾ പറയുക, എടാ പൊട്ട, ഒരു 11 മണിക്കൊക്കെ വന്നാൽ മതി, ഞാൻ പുറത്ത് തന്നെ കാത്തിക്കാം. നാളെ വന്നില്ലെങ്കിൽ പിന്നെ അടുത്തൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. നീ വേറെന്തെങ്കിലും പറ എന്നും പറഞ്ഞിട്ട് ആൾ ഫോണിലൂടെ ഇങ്ങനെ ഇതാവുന്നുണ്ട്. ഫോണിൽ കൂടെ സംഭവം നടത്താം. ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് വല്ലതും മനസ്സിലായോ? ഈ പൈപ്പ് തുറന്നു വിട്ടാൽ വെള്ളം എങ്ങനെ പോവും? നല്ല ഫോഴ്സിൽ മതി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പരിപാടി അവസാനിച്ചു. നാട് വിറപ്പിക്കേണ്ട ഗുണ്ടയുടെ മകളായത് ഒരു പ്രേമാർത്ഥന ഫീലിംഗ് കിട്ടിയിട്ടില്ലാത്ത ഹതഭാഗ്യമായിരുന്നു നീതു. പ്രേമിക്കാനൊക്കെ ആൾക്കിഷ്ടമായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഒരുത്തിനും അടുത്തില്ല. തിയേറ്ററിലും മാളിലും ആളുടെ കണ്ണുകൾ തിരഞ്ഞത് പ്രേമിക്കാൻ പറ്റിയ ഒരുത്തിനെയാണ്. കാറ് കേടായൊരു ദിവസം ഓട്ടോ വിളിച്ച് പുറത്ത് പോയപ്പോഴാണ് അവൾ ആദ്യമായിട്ട് സുജിത്തിനെ കണ്ടത്. അവൻ ഓട്ടോ ഡ്രൈവറായിരുന്നു. 24 വയസ്സുള്ള സുന്ദരനായൊരു പയ്യൻ. പ്രേമിക്കാനുള്ള കൊതി കൊണ്ട് നീതുവിനെ പ്രേമിക്കാൻ തീരുമാനിച്ചു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവൾ സുജിത്തിൻ്റെ നമ്പരും വാങ്ങി. പിന്നെ നീതുവിന് പ്രേമത്തിൻ്റെ നാളുകളായിരുന്നു. സുജിത്തും നീതുവും പ്രണയബദ്ധരായി. യഥാർത്ഥത്തിൽ ഗുണ്ടരവി ആരാണെന്നോ അയാളുടെ മകളാണ് നീതുവെന്നോ സുജിത്തിനെ അറിയില്ലായിരുന്നു. രാത്രി ഫോണിലൂടെ കുറുകുന്ന നീതു പകൽ അവനോട് എവിടെയെങ്കിലും നിൽക്കാൻ പറയും. അവൾ അങ്ങോട്ട് ചെന്ന് അവനെ കാണും. മിക്കപ്പോഴും സ്മിത ഒപ്പമുള്ളത് കൊണ്ട് അവൾക്ക് അവനോട് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റാറില്ല. സുജിത്ത് ഒരു അസല് കാമുകനായിരുന്നു. അവനിങ്ങനെ ഫോണിലൂടെ പറയുന്നത് കേട്ടാൽ തന്നെ നീതുനാവും.
അവൻ്റെ സംസാരം അവളൊരു വേറെ ലെവലാക്കി മാറ്റിയെന്ന് വേണം പറയാൻ. കാര്യം മനസ്സിലായില്ലേ? അത് തന്നെ. ഏത് കാര്യവും നല്ല രീതിക്ക് പറയുന്നതായിരുന്നു സുജിത്ത്. നീതുവിനും അത് തന്നെയായിരുന്നു ഇഷ്ടം. എന്താ പറയുക, നല്ല രീതിക്ക് സുജിത്ത് അവിടെ സ്വർഗത്തിലെത്തിക്കുന്ന സാരം. എന്താ പറയുക, അപ്പം ഇങ്ങനെ ഫോണിൽ കൂടെ ആണല്ലോ കാര്യങ്ങൾ നടക്കണേ. അപ്പം തീരെ പറ്റാണ്ടായപ്പോഴാണ് നീതുവിനെ വീട്ടിലേക്ക് വിളിച്ചത്. അപ്പോൾ സംഭവം എന്താ മനസ്സിലായില്ലേ? അത് തന്നെ. പക്ഷേ അപ്പോഴേക്കും നീതു കുണ്ടരവിയുടെ മകളാണെന്ന് അവൻ അറിഞ്ഞിരുന്നു എന്ന് കരുതി ബ്രേക്കപ്പ് അവനൊന്നും അവൻ നിന്നില്ല. ഫോണിലൂടെയും ഇടയ്ക്ക് പുറത്തു വെച്ച് നേരിൽ കണ്ടും അവർ പ്രേമിച്ചെന്നെ നടന്നു. ഈ പ്രേമം വെറും അതിന് മാത്രമല്ല, സുജിത്തിനെ കൊടുക്കാൻ നീതു റെഡിയാണ്, അവളെ ഇതാക്കാൻ സുജിത്തും. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആഗ്രഹമുണ്ട്. സാഹചര്യമായിരുന്നു പ്രശ്നം. നീതു എത്ര കെഞ്ചി പറഞ്ഞിട്ടും ഗുണ്ടാരവീൻ്റെ സിംഹത്തിൻ്റെ മടയിലേക്ക് കയറാൻ സുജിത്തിന് ധൈര്യം വന്നില്ല. എങ്ങനെ വരും? അമ്മാതിരിയായിരുന്നല്ലോ നമ്മുടെ ഗുണ്ടാരവി. നീതുവിൻ്റെ ഫോട്ടോ കൊണ്ട് സുജിത്തിൻ്റെ ഗാലറി നിറഞ്ഞിരിക്കുക. വെറും ഫോട്ടോയൊന്നും അല്ല, എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ആലോചിച്ച് നോക്ക്, വീഡിയോ സഹിതമുണ്ട്. എന്താ പറയുക, തല മുതൽ കാല് വരെ. പിന്നെ നമ്മൾ ഏത് ചെയ്താലും ഒക്കെ അവളുടെ അടുത്ത് അയച്ചു കൊടുക്കാറുണ്ട്, ഒരു മടിയില്ലാതെ. പല വട്ടമായിട്ട് അത് ഫുൾ അവൻ്റെ ഗാലറിയിലുണ്ട് താനും. എന്താ പറയുക, അവന് എല്ലാം ആ ഒരു ഫോണിൽ കൂടെയുള്ള പരിപാടിയായിരുന്നു. അവന് വീട്ടിലേക്ക് വരാൻ സത്യത്തിൽ ധൈര്യം വന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാം മാറി. ഗുണ്ടാരവി എന്ന സിംഹം മണ്ണോട് ചേർന്നിരിക്കുന്നേ. ഇനി അവിടെ ഇളകും മഹിയ. അവന് പ്രശ്നമില്ലെന്നാണ് നീതു പറഞ്ഞത്. അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ അവൾ സുജിത്തിനെ വിളിച്ചതാ. ഏതായാലും നാളെ വരാമെന്ന് അവൻ ഏറ്റിട്ടുണ്ട്. ഓ, എത്ര കാലമായിട്ട് ഇതിനെ കൊതിക്കുന്നു. ഇന്ന് കറക്കണം. അവൻ പറഞ്ഞ പോലെയൊക്കെ ഇതാവുകയാണെങ്കിൽ ശരിക്കും സ്വർഗം കാണും. അങ്ങനെ ഓരോന്നാലോചിച്ച് നീതിന് ഉറക്കം നഷ്ടപ്പെട്ടു. സംഭവം നല്ലൊരു പരിപാടി കഴിഞ്ഞല്ലോ, അതിൻ്റെ ക്ഷീണം ഉണ്ട് താനും. അങ്ങനെ നാളത്തെ സംഭവങ്ങൾ ഓരോന്നാലോചിച്ച് നീ ഇത് അവിടെ കിടക്കുന്നതോടുകൂടി നമ്മുടെ കഥ ഇവിടെ തീരാതെ തീരുക. എങ്ങനെ ഉണ്ടായിരുന്നു കഥ? ശരിക്കും ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി വരണേ ഉള്ളൂ. പിന്നെ നല്ല രീതിക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലും വരണം. വന്നോളൂ കേട്ടോ. അടുത്തൊരു കഥയായിട്ട് വേഗം കാണാം. ബൈ.